സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ. ഈ സങ്കീർത്തന ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ. അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവെ, അടിയങ്ങൾ ശ്രവിക്കുന്നു, അവിടുന്ന് അരുൾ ചെയ്താലും. രാജാവിൻ്റെ സ്ഥാനാരോഹണം. 110 സങ്കീർത്തനം. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. കർത്താവ് സിയോനിൽ നിന്ന് നിൻ്റെ അധികാരത്തിൻ്റെ ചെങ്കോൽ അയയ്ക്കും. ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക. വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം നിൻ്റെ ജനം മടികൂടാതെ തങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കും. ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്ന പോലെ യുവാക്കൾ നിൻ്റെ അടുത്തേക്ക് വരും. കർത്താവ് ശപഥം ചെയ്തു, മെൽക്കിസദേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ല. കർത്താവ് നിൻ്റെ വലതുവശത്തുണ്ട്. തൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവിടുന്ന് രാജാക്കന്മാരെ തകർത്ത് കളയും. ജനതകളുടെ ഇടയിൽ അവിടുന്ന് തൻ്റെ വിധി നടപ്പിലാക്കും. അവിടം ശവശരീരങ്ങൾ കൊണ്ട് നിറയും. ഭൂമിയിലെങ്ങുമുള്ള രാജാക്കന്മാരെ അവിടുന്ന് തകർക്കും. വഴിയരികിലുള്ള അരുവിയിൽ നിന്ന് അവൻ പാനം ചെയ്യും. അവൻ ശിരസുയർത്തി നിൽക്കും. ദൈവജനമേ, സങ്കീർത്തനം 110 അധ്യായം ദൈവത്തിൻ്റെ അഭിഷിക്തനെയും അവൻ്റെ അനന്തമായ അധികാരത്തെയും കുറിച്ചുള്ള ദാവീദ് രാജാവിൻ്റെ ദൈവിക ദർശനമാണ്. കർത്താവായ യേശുവിൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തിയും കർത്താവിൽ പിതാവായ ദൈവത്തിൽ നിറഞ്ഞിരിക്കുന്ന യഥാർത്ഥ രാജാധികാരവും പ്രതിഫലിക്കുന്നു. ഈ സങ്കീർത്തന ഭാഗം ഭൗതിക വിജയങ്ങളെക്കാൾ ആത്മീയ രാജത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. നീതിയുടെയും കരുണയുടെയും രാജത്വം. കർത്താവായ യേശുവിൻ്റെ സിംഹാസനം ശക്തിയുടെയും പവിത്രതയുടെയും അടിത്തറയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു. അവൻ മനുഷ്യാധിപതികൾ കാണുന്ന ശക്തിയല്ല, മറിച്ച് ദൈവം നൽകുന്ന ആത്മീയ അധികാരമാണ് മഹത്തായതെന്ന് തിരിച്ചറിഞ്ഞു. സഹോദരങ്ങളെ, ഈ സങ്കീർത്തന ഭാഗം ദാവീദിൻ്റെ കാലത്ത് മിശിഹായുടെ വരവിനുള്ള ദൈവവാഗ്ദാനത്തിൻ്റെ പ്രതിഫലനവുമായിരുന്നു. നിൻ്റെ ശത്രുക്കളെ നിൻ്റെ കാൽപാദത്തിന് കീഴടക്കുവോളം എൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുക എന്ന വചനത്തിലൂടെ ദൈവത്തിൻ്റെ നീതി, ന്യായവും ദോഷത്തിന്മേൽ നന്മയുടെ വിജയത്തിൻ്റെ ഉറപ്പുമാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇന്നത്തെ നമ്മളുടെ ലോകത്തിൽ പാപപങ്കിലമായ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ഭൗതിക അധികാരത്തെയും പദവികളെയും പിന്തുടരുന്ന ജീവിതമല്ലേ? എന്നാൽ ആത്മീയ ജീവിതത്തിൻ്റെ ശക്തി ആഴത്തിൽ തിരിച്ചറിയുന്നവർ വിരളവും. ഒരിക്കൽ ഒരു ചെറു പള്ളി സമൂഹത്തിൽ ഒരു യുവ കത്തോലിക്കൻ തൻ്റെ സ്ഥാനവും അഭിമാനവും വിട്ട് സഹോദരന്മാരെ സേവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തി. അവൻ്റെ ഈ ത്യാഗഭാവം കാണുമ്പോൾ സമൂഹം തിരിച്ചറിഞ്ഞത് യഥാർത്ഥ രാജത്വവും മഹിമയും ആധിപത്യവുമല്ല, സേവനമാണെന്ന്. ഇതാണ് സങ്കീർത്തനം 110 ആന്തരിക സന്ദേശം. ഈ വചനങ്ങൾ ഈ കാലത്തെ കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൽ പൂർണ്ണത കൈവരിക്കുന്നു. പുതിയ നിയമകാലഘട്ടത്തിൽ അതിന് പൂർണ്ണത കൈവരികയാണ്. നമ്മിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയും. യേശു സ്വയം പറഞ്ഞുവല്ലോ, മനുഷ്യപുത്രൻ സേവിക്കപ്പെടുവാനല്ല സേവിക്കുവാനാണ് വന്നതെന്ന്. ക്രൂശിലെ യേശുവാണ് സങ്കീർത്തനം 110 പരമാവധി പ്രകടനം. പൂർണ്ണത. ദുർബലതയിൽ മഹത്വം, ത്യാഗത്തിൽ ജയം, വിനയത്തിൽ ശക്തി. ജീസസ് ക്രൈസ്റ്റ്, our Lord and Savior, my dear brothers and sisters, did not come to be served. He came to serve. അവൻ കർത്താവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുമ്പോൾ അവൻ നമ്മെ നീതിയുടെയും കരുണയുടെയും വഴി പഠിപ്പിക്കുന്നു. ഇന്നത്തെ ക്രിസ്ത്യാനികളായ നമുക്കുള്ള പാഠം അത്യന്തം വ്യക്തമാണ്. നമുക്കും ആത്മീയമായ ഒരു രാജത്വം നൽകപ്പെട്ടിരിക്കുന്നു. അത് പദവികളിൽ അധിഷ്ഠിതമല്ല, സേവനത്താലും സത്യത്താലുമാണ് അത് നിലകൊള്ളുക. ഓരോരുത്തരും സ്വന്തം കുടുംബങ്ങളിലും സമൂഹങ്ങളിലും അവരായിരിക്കുന്ന ജീവിത അവസ്ഥകളിലും കർത്താവായ യേശുവിൻ്റെ പ്രതിനിധികളായി ജീവിക്കണം. ദി ഏജൻറ്റ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് ദ ഫാദർ. അവൻ്റെ വചനങ്ങൾ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രതിഫലിക്കണം. ആത്മീയ രാജ്യത്വം ദിനം പ്രതി നടപ്പാക്കുക എന്നതാണ് യഥാർത്ഥ കർത്തൃ ശിഷ്യത്വം. കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിനായി നാം സജ്ജരാകേണ്ടതായുണ്ട്. സമയം സമാഗതമായി. പശ്ചാത്തപിച്ച് പാപമോചനം തേടാം സഹോദരങ്ങളെ. കർത്താവ് വരുമ്പോൾ നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുക, നീ നിൻ്റെ ജീവിതത്തിൽ എൻ്റെ രാജ്യത്വം പ്രകടമാക്കിയോ എന്നതാണ്. നമുക്കുള്ള ദൈവവിളി വിനയത്തിലും സേവനത്തിലും ഉറച്ച വിശ്വാസത്തിലും ജീവിക്കാനുള്ളതാണ്. സഹോദര സഹോദരി, കർത്താവിൻ്റെ വരവിന് മുമ്പായി നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും പ്രാർത്ഥനയിലും പുണ്യജീവിതത്തിലും ഉറച്ചു നിൽക്കുകയും ചെയ്യാം. തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം. ഇന്ന് തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കിലേക്ക് നമ്മുടെ ഹൃദയം പറയട്ടെ, കർത്താവായ യേശുവിൻ്റെ രാജ്യത്വം എൻ്റെ ജീവിതത്തിലൂടെ പ്രകടമാകട്ടെ. കർത്താവിൻ്റെ ശക്തിയിൽ ഞാൻ നിലകൊള്ളട്ടെ എന്ന്. കർത്താവെ, ഇന്ന് അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആഴമുള്ള ബോധ്യത്തിനും അടിയങ്ങൾ നന്ദി പറയുന്നു. ഈ ധ്യാന സമയത്തിനായി കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ പരിശുദ്ധാത്മദാനങ്ങളാൽ നിറയ്ക്കണമേ. ദൈവവചനം അനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും കൃപയും നൽകണമേ. ഞങ്ങൾക്ക് ദാനമായി ലഭിച്ച ഈ ജീവനും എല്ലാ അനുഗ്രഹങ്ങളും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുളുകയും ചെയ്യണമേ. കർത്താവെ, അവിടുത്തെ രണ്ടാം വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്ന ഈ നേരത്ത് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അവിടുത്തെ ഇച്ഛയ്ക്ക് അനുസൃതമായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെയും അവിടുത്തെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായി മാറ്റണമേ. യേശുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ പിതാവെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സഹോദരങ്ങളെ, ക്രിസ്തുവിനെ ഇനിയും അറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.